ഹലോ, വെൽക്കം ബാക്ക് ടു ക്രോഷേ ഡയറി. നമുക്കിന്ന് ചെറിയ മിനി മോസസ് ബാസ്ക്കറ്റ് എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. അതായത് ചെറിയ രൂപത്തിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇതേപോലത്തെ ഫ്രെയിം വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇതേപോലത്തെ ഫ്രെയിം വാങ്ങാം. അതായത് വുഡൻ്റെ ഉണ്ട്, ഇതേപോലത്തെ കാർഡ്ബോർഡ് ടൈപ്പ്, ഫ്ലൈവുഡ് ടൈപ്പ് ഉള്ളതും കിട്ടും. ഇതുപോലത്തെ ഇല്ലാത്തവർ കിട്ടാത്തവർ ഞാനിപ്പം ഇത് ചെയ്തിരിക്കുന്നത് ടീഷർട്ടിയാണ് വെച്ചിട്ടാണ്. ഇതാ കാർഡ്ബോർഡാണ്, സാധാരണ നമ്മുടെ അടുത്തുള്ള കുറച്ച് തിക്ക് കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതേപോലെ ഹോള് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിൽ ചെയ്തത് ഞാൻ ഇതേപോലെ ടീഷർട്ടിയാണ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടീഷർട്ടിയാണും അവൈലബിൾ അല്ലെങ്കിൽ ഇതേപോലെ നമ്മളെ ഷോള്, പഴയ ക്ലോത്ത് എല്ലാം ഉണ്ടാവില്ലേ, ബനിയൻ ടൈപ്പ് ക്ലോത്ത് എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് സൈസിൽ, 2 ഇഞ്ച് വേണ്ട, 1 ഇഞ്ച് സൈസിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഞാൻ 2 രൂപവും പറഞ്ഞു തന്നു. നമുക്ക് അവൈലബിൾ ഉള്ള ഇതേപോലത്തെ സാധനം വാങ്ങാം. അതായത് ഫ്രെയിം വാങ്ങാൻ പറ്റാത്തവരാണ് ഞാൻ പറഞ്ഞത്. കാർഡ്ബോർഡും പിന്നെ ഇതേപോലെ ക്ലോത്ത്, പഴയ ക്ലോത്തെല്ലാം നമുക്ക് മുറിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. ഇനി ടീഷർട്ടിയാണ് അവൈലബിൾ ആണെങ്കിൽ അതും വാങ്ങിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് 6 മില്ലിമീറ്റർ ഹുക്കും ഒന്ന് 3.5 മില്ലിമീറ്റർ ഹുക്കുമാണ് എടുത്തിട്ടുള്ളത്. അതെന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോളിൽ ഈ 6 കയറുന്നില്ലെങ്കിൽ, നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഹുക്കും എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് ഒറ്റൊന്നിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാത്രം എടുക്കാം. ഓക്കെ, നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ഷോളാണ്, എൻ്റെ പഴയൊരു ഷോൾ ഉണ്ടായിന് വൈറ്റ്, അതിൽ കറയായതുകൊണ്ട് അതിങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതേപോലെ പിടിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഏതാണ് ഫ്രണ്ട് സൈഡ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യലെന്ന് നോക്കാം. ഇപ്പം എൻ്റെ കുറച്ച് വലിയ ഹോൾസ് ആയതുകൊണ്ട് ഞാൻ ഒന്നിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ അടുത്തടുത്തുള്ളതാണെങ്കിൽ ഞാൻ 1 സിംഗിൾ ക്രോഷ്യ അല്ലേ ഇട്ടിട്ടുള്ളത്. കണ്ടോ, ഇത് കുറച്ച് വീതിയുള്ള ഹോളായതുകൊണ്ടും കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും ഞാൻ 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ എടുക്കുക, ഇതിൻ്റെ ഉള്ളിലേ എടുക്കുക. 1, അതിൽ തന്നെ സെയിം 1 മോറും കൂടി ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിലില്ല, നിങ്ങൾക്ക് കുറച്ചങ്ങോട്ട് ഒരു റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടിഞ്ഞു വരും. അതായത് കൂടി നിൽക്കുന്ന പോലെ ഉണ്ടാവും ഉള്ളോട്ടേക്ക്. അതുകൊണ്ടാണ് 2 സിംഗിൾ ക്രോഷ്യ ഒരു ഹോളിൽ ഇട്ടാൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. ചൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഹോളിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. 1, ഇങ്ങനെ ഫസ്റ്റ് ലൂപ്പിന് ശേഷം മാത്രം സെക്കൻഡ് ലൂപ്പിലേക്ക് കൂടി വലിക്കാട്ടോ. നമ്മൾ സാധാ ക്രോഷ്യ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പാടില്ല. എന്താ, 1 ലൂപ്പിലേ വലിച്ചതിന് ശേഷം മാത്രം സെക്കൻഡ് ലൂപ്പിലേക്ക് കൂടി വലിക്കും. 2 ടൈംസ് ചെയ്തു. അങ്ങനെ ഓരോ ഹോളിലും ഇതേപോലെ 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്ത് കൊടുക്കും. 1, 2, കണ്ടോ, ഇതേപോലെ ഓരോന്നിലും ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. കംപ്ലീറ്റ് ഒരു പാറ്റേൺ, ഒരു റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 സിംഗിൾ ക്രോഷ്യ ഓരോന്നിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അടുപ്പിച്ച് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ അടുത്തായിട്ട് വരും, ഇങ്ങനെ ആയിട്ട് വരും. അതുകൊണ്ട് 2 സിംഗിൾ ക്രോഷ്യ ഒന്നിലിട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ ഇതേപോലെ നമ്മൾ ഓരോരോ പീസായിരിക്കുമല്ലോ, ഇതേപോലെ കെട്ടിട്ട് കൊടുത്താൽ മതി. സോറി. ഓക്കെ,
ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ഇടലെന്നും കൂടി ഒന്ന് നോക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇടൽ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേൻ്റെ ഉള്ളിൽ ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇതേപോലെ വലിച്ചെടുക്കുക. ഓക്കെ, ഇതേപോലെ വലിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഇവിടെ നമ്മളെ മറ്റേ ഇതുണ്ട് കേട്ടോ, ഇതേപോലെ വലിച്ചെടുക്കുക. ഓക്കെ, നമുക്ക് അപ്പുറം ഇപ്പുറം ലൂപ്പ് കിട്ടി. ഇനി ഈ ലൂപ്പിന്ന് ഈ ലൂപ്പ് ഇതേപോലെ ഇടുക, യാൺ ഓവർ ചെയ്യുക, രണ്ടിലേക്ക് കൂടിയും വലിച്ചെടുക്കുക. ഇതാണ് ഇതിൽ ചെയ്യുന്ന സ്ലിപ്പ് നോട്ട്. ഇനി സാധാരണ നമ്മൾ ഓരോന്നിലും ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് സിംഗിൾ ക്രോഷ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഓരോരോ സിംഗിൾ ക്രോഷ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എക്സ്ട്രാ ഇനി 2 സിംഗിൾ ക്രോഷ് ഇടേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും ഓരോരോ സിംഗിൾ ക്രോഷ് മാത്രം ഇടുക. 1 ഇതേപോലെ ഓരോ ചെയിനിലും സിംഗിൾ ക്രോഷ് ഇതേപോലെ 1 ടൈം മാത്രം ഇട്ടിട്ട് പോകും. നമ്മൾ ആദ്യം 2 ടൈമല്ല ഇട്ടത് ഹോളിൽ. ഇനി വരുന്നതിലെല്ലാം 1 ടൈം ഇട്ടിട്ട് നിങ്ങൾക്ക് എത്ര റോയാണോ ചെയ്യേണ്ടത് അത്ര റോ വരെ ചെയ്ത് വെക്കാം. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു റോയും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ഇടേണ്ടതെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. അതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. കുറച്ച് റോ എക്സ്ട്രാ ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ചും കൂടി കാണിച്ചു തരാം. ഒന്നും കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്ന മെത്തേഡ് കാണിച്ചു തരാം. ഇതാ 10 റോ ചെയ്തിട്ടുണ്ട്, കണ്ടോ, കാണുന്നുണ്ടോ? 10 റോ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം മൂടിയ പോലെ ഇല്ല, കണ്ടോ, ഓപ്പൺ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ക്ലിയർ ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ കുറേ ത്രെഡ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഹൈഡ് ചെയ്യേണ്ട കുറേ ഭാഗമുണ്ട്. അത് നമുക്ക് ഹൈഡ് ചെയ്യുന്നത് കാണാം. ഫസ്റ്റ് ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹാൻഡിലും കൂടി നമുക്ക് ഇതേപോലെ ഹാൻഡിലും കൂടി എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അത് ഇതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ എല്ലായിലും 1 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഫസ്റ്റ് മാത്രം 2 സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്തു. എൻ്റെ റോ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. കംപ്ലീറ്റായി. ഇനി ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളെങ്ങനെയാണോ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്. ഇതിലത്തേക്ക് നമ്മുടെ ഈ ലൂപ്പിനെ ഇതേപോലെ വലിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ആ ലൂപ്പ് ഉള്ളിൽ വന്നിട്ടുണ്ട്. ഒന്നും കൂടി അതിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, പത്തിനെ വലിക്കുക. നമുക്ക് യാൺ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. യാണല്ല, ക്ലോത്ത്. നമുക്ക് വേണമെങ്കിൽ ടീഷർട്ട് ക്ലോത്ത് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെയും കെട്ടിക്കൊടുക്കാം. ഇങ്ങനെയാണ് ജോയിൻ ചെയ്യൽ. ഞാൻ വേറൊരു മെത്തേഡും കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതവിടെ കട്ടായിക്കോളും. ഇതിലേക്ക് കൂടി ഈ ലൂപ്പും വലിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, നേരത്തെ ആ ലൂപ്പിനെയും ഈ ഹുക്കിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക.
എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കും. ഇതാണ് ഇതിലെ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ടൈറ്റായി കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഹാർഡായിരിക്കും കേട്ടോ വലിക്കാൻ. ലൂസാക്കി ചെയ്താൽ മതി, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ? ഹാൻഡിൽ എങ്ങനെയാണ് വെക്കലെന്നും കൂടി നോക്കാം. വെക്കുന്നവർക്ക് വെക്കാം, അല്ലാത്തവർക്ക് വെക്കണ്ടെങ്കിൽ തന്നെ വെച്ചാൽ മതി. വേണമെങ്കിൽ ഫസ്റ്റ് റോ സ്ലിപ്പ് സ്റ്റിച്ച് എല്ലായിടത്തും എല്ലാ ചെയിനിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ റോ എൻഡ് ചെയ്യാം. ഞാനിപ്പം ഹാൻഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ സെൻറ്റർ ഇതേപോലെ കണക്കാക്കുക. ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ കണ്ണളവാണ് ഇതിൽ മെയിൻ. ഇതൊരു സെൻറ്ററായിട്ടും ഇതേപോലെ തന്നെ ഇപ്പുറത്തും രണ്ട് ഭാഗത്തും ഞാൻ അളവിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് കണക്ക് കൂട്ടിയിട്ട് നമുക്ക് ഇവിടത്തേക്ക് ഒരു കൗണ്ട് കൊടുക്കാം. 2 ഞാൻ എക്സ്ട്രാ കൊടുക്കാം. സ്ലിപ്പ് നോട്ട് സ്റ്റിച്ച് മാർക്ക് ഉള്ളവർക്ക് സ്റ്റിച്ച് മാർക്ക് തന്നെ എടുക്കാം കേട്ടോ. ഞാൻ കളർ യാൺസാണ് അധികം യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടുന്ന് എത്ര സ്റ്റിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കാൻ നോക്കാം. ഇവിടെയാണ് എൻ്റെ മാർക്കുള്ളത്. ഇവിടുന്ന് എണ്ണ 1 2 3 4 5 6 7 8 9 10 ഇവിടെ കൊടുത്തു. അപ്പം ഇവിടെ നമുക്ക് ഒരു മാർക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കും 10 കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തൊന്നും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. 10 ഇവിടെയുള്ളത് 1 കാണുന്നുണ്ടോ, 2 3 4 5 6 7 8 9 10 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തും 1 2 3 4 5 6 7 8 9 10 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത്. നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, ഹാൻഡിൽ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യാം, നമ്മൾ മാർക്ക് ചെയ്തതാണ് ഇവിടെ. അപ്പം ഇവിടെയാണ് ഒരു മാർക്ക് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടത്തേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് പോവുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ അറിയില്ലേ, ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ അവിടത്തെ വരെ എത്തിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യാണ് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. 2 സ്ലിപ്പ് സ്റ്റിച്ചാണ് എനിക്ക് വരുന്നത്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 6
നമുക്കിനി ഇതിൻ്റെ ആവശ്യമുള്ള ഈ 2 ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കാരണം അവിടെ നമുക്ക് ഹാൻഡിൽ വരുന്നത്. ഇത്ര വരെ ചെയ്തിട്ട് കാണാം കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ട. നെക്സ്റ്റ് അവിടെ എന്ത് ചെയ്യാം, ഇവിടെ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര ചെയിനാണോ സ്കിപ്പ് ചെയ്യുന്നത് 1 2 3 4 5 6 7 ചെയിനാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ചെയിനാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. 1 2 3 4 5 6 7 പറയുമ്പം ഇങ്ങനെയാണ് വരുന്നത് കണ്ട. കുറച്ചും കൂടി കൊടുക്കേണ്ടി വരും കണ്ട. 8 9 10 പോരാ 11 12 13 14. ഞാനൊരു ഇരട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. 40 കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റിച്ച് മാർക്കിൻ്റെ ഉള്ളിൽ ഈ 2 മാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. 2ഉം അവിടെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞല്ലോ. ഇത് നമുക്ക് 1 സിംഗിൾ ക്രോഷ്യ. ഇനി കറക്റ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ കറക്റ്റ് സിംഗിൾ ക്രോഷ്യ കൊടുക്കുക എല്ലായിടത്തും കണ്ട. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. നമുക്ക് ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇത് കറക്റ്റ് ആക്കി വെക്കുക കേട്ടോ. കറക്റ്റ് ആക്കിയതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇൻസേർട്ട് ചെയ്യാം കണ്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് റോ ചെയ്യണമെങ്കിൽ ഇതേപോലെ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതേപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പം ഈ റോൾ ഇവിടെ ഫിനിഷ് ചെയ്യാണ്. കാരണം എൻ്റെ ഈ ക്ലോത്ത് കഴിഞ്ഞതുകൊണ്ട് ഞാനിതിവിടെ ഫിനിഷ് ചെയ്യണം കേട്ടോ. ചെയിൻ വന്നിട്ടതിന് ശേഷം മാത്രമേ യാൺസ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ഈ ത്രെഡ് ഇത്ര വരെയുള്ളൂ ഈ ക്ലോത്ത്. അതുകൊണ്ട് ഞാനിതിവിടെ ഫിനിഷ് ആക്കിയാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് റോ ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ 14 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഇതേപോലെ അതിനുശേഷം നിങ്ങൾ ത്രെഡ് കട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബാസ്ക്കറ്റ് ഉള്ളത് കണ്ട. ഈ ഒരു ഷേപ്പിലാണുള്ളത്. ഫുൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഇനി ഇത് ഞാൻ മറ്റേ ലൈറ്ററില്ലേ ഫയർ വെച്ചിട്ടൊന്ന് എല്ലാം ഉരുക്കിയെടുക്കും. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ അന്നേരം കാണിച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.